മിഠായിക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ബാഡ്മിൻ്റൺ ബാറ്റാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ബീച്ച് ബോളാണ്. പിന്നെ എൻ്റെ ബാഗിൽ കുറേ സ്വിമ്മിങ് സൂട്ടൊക്കെ ഉണ്ട്. അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പോകുന്നത് ഈഡൻ വാലിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള ട്രിപ്പാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് യാത്ര ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു ഡാമിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി അടിക്കാൻ വേണ്ടി ഒരു അമേസിങ് കാര്യം കാണിച്ചു തരാം. കാണിച്ചു തരാം. കണ്ടാ, കുതിരയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ പൂമല ഡാമാണ്. പിന്നെ ഇവിടെ കുറേ കുതിരകളുണ്ട്. 2 കുതിരകളാണ് ടോട്ടലി ഇവിടെ ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒരു ബോട്ടിങ് ഉണ്ട് കേട്ടോ. അവിടെ ബോട്ടിങ് ഉണ്ട്. ഗാന്ധിജീൻ്റെ സ്റ്റാച്യൂയും ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമുള്ള ഇതാണ്, വൈബാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കുതിരകളെ കാണാനാണ് കേട്ടോ. കുതിര സീന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. എനിക്ക് കുതിരയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടമായ. അവിടെ കണ്ടോ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ സീസോള അവർ കളിക്കുകയാണ്. മോനു അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ മൂന്നൂട്ടനും ഉണ്ട് കേട്ടോ. ഇതാണ് വെൽക്കം ബാക്ക്. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കുതിരയാണ്. നമുക്കൊരു നമ്മളൊരു സ്ഥലത്ത് അപ്പോൾ ഇതൊരു ചേച്ചിയാണ് കേട്ടോ. എൻ്റെ ബാഗുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഏതോ ഒരു സ്ലൈഡിൻ്റെ ഇത് കയറിയാണ്. മെഗാ സ്ലൈഡ് എന്നാണ് ഞാൻ പിന്നെ വിളിക്കുക. പടിക്കേറി നമുക്ക് ആദ്യത്തെ സ്ലൈഡിൽ പോവാട്ടോ ഗൈസ്. അപ്പോൾ ആദ്യത്തെ സ്ലൈഡ് ഇതാണ്. പോവാം. അപ്പോൾ ഞാൻ പോവാണ് ഗൈസ്. ഞാൻ ഷോട്ട് ഔട്ടായി. നമുക്ക് സീസോ ചെയ്യാം. മോനോ സീസോയ്ക്കണ്ട. മോനോ സീസോ. അപ്പോൾ നമ്മളുടെ സീസോ ഇവിടെ ഉണ്ട്. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളുടെ സീസോ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് വ്ളോഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ബൈ ഗൈസ്. അപ്പം നമ്മൾ എങ്ങോട്ടേക്കാണ് പോകണമെന്ന് അറിയോ? ഹോഴ്സസ് ഉള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഗൈസ്. എല്ലാവരും ഉണ്ട് ഇവിടെ, കുറേ പേരുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എത്തി. കുറേ ഹോഴ്സസ് ഒക്കെ ഉണ്ട്. കണ്ടോ? പിന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ വ്യൂ ഫുൾ താമരൊക്കെ ഉണ്ട് അവിടെ. നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ്. സത്യം പറയാം, നല്ല രസമുള്ള വ്യൂ. അപ്പോൾ ഇവിടെ ദേവൻ ചേട്ടനുണ്ട്, പിന്നെ ഉണ്ണിയുണ്ട്. ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ വെള്ളത്തേക്ക് എത്തി. കണ്ട അപ്പൂൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇവിടെ കുറേ താമരയുള്ള ഒരു ഇതാണ് കേട്ടോ. താമരയുള്ള വെള്ളമുണ്ട്. തവള ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. പിന്നെ അവിടെ മൂന്നൂട്ടനുണ്ട്, ഉണ്ണിയുണ്ട്. പിന്നെ അവിടെ ബോട്ടുണ്ട്. കണ്ടോ, അവിടെ ബോട്ടുണ്ട്.
പിന്നെ നല്ല രസമുള്ള വ്യൂ ആ കാണിച്ചു തരാം. കണ്ടോ കണ്ടോ ആരാ. അപ്പൊ ഇവന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡാഡ്സ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ഡാഡ്സ് കിച്ചൺ മിസ്റ്റർ ഗെയിമേഴ്സ് എന്നാണ് പേര്. മിസ്റ്റർ ഗെയിമേഴ്സ്. വേറെ ഡാഡ് കിച്ചൺ തുടങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നു. ചിലപ്പോൾ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇത് അവൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ കണ്ട ഇവിടെ താഴേക്ക് പോകാൻ പറ്റുമോന്ന് തോന്നുന്നു. പോവണ്ട സാര അടിപൊളി. കുതിര അങ്ങോട്ടേക്ക് വരും. കുതിര അവിടെ എന്തോ ചെയ്യണം. അവിടെ നിൽക്കുകയാണ്, ജസ്റ്റ് വേറെ നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. ഉണ്ണിയുണ്ട്. ഉണ്ണിയുടെ ഹൈ ലൈഫിലത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇതൊരു ചേച്ചിയാണ്. പിന്നെ അവിടെ ഫുള്ള് മുക്കുറ്റി ഉണ്ട് കേട്ടോ. കണ്ടാവും ഫുൾ മുക്കുറ്റി, നല്ല രസമുള്ള മുക്കുറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു ചേട്ടനുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരണേ. ഞാനതെ ഈഡൻ വാലിക്ക് കുറച്ചതിനെ പോകും. നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഈഡൻ വാലിയാണ്. അടുത്തെത്തിന്ന് തോന്നുന്നു. പൂമലയിൽ തന്നെയാണ് ഈഡൻ വാലി. ഇത് പൂമല ഡാമാണ്. പക്ഷെ നല്ല രസമുണ്ട് ഈ താമരയൊക്കെ കാണാൻ. ഡക്ക് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. വൈറ്റ് ഉണ്ടോ? വൈറ്റ് താമര ഉണ്ടോ? വൈറ്റ് താമര ഉണ്ടോ? വൈറ്റ് താമരയും ഉണ്ട്, പിങ്ക് താമരയും ഉണ്ട്. ലോട്ടസ് അത് ബി ആണ്. എന്ത് ബി? ഏത് ബി? അത് ബി ആണെന്നറിയില്ല. ആദ്യമായിട്ടാണ്. നിറച്ച് ചോദ്യങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു കാക്ക പറന്നുണ്ട്. രണ്ടാമത്തെ കാക്കയുണ്ട്. അത് കിളിയാ കാക്കല്ലേ? കിളി അല്ലെങ്കിൽ കാക്കയായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ബൈക്ക് പൂമല ഡാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അടിപൊളി അടിപൊളി, സത്യം പറയാം അടിപൊളി. ചിലപ്പോൾ നമ്മൾ ബോട്ടിങ് പോട്ടാ അവിടെ, ചിലപ്പോഴേ ഉള്ളൂ, ഉറപ്പില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? 10 മണിക്ക് അത് അവിടെ തുറക്കുള്ളൂ. അതുകൊണ്ട് കുറേ നേരം ചാട്ടവാറല്ലേ. പിന്നെ അവിടുത്തെ ഈഡൻ വാലി 10 മണിക്ക് തുറക്കുള്ളൂ. ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 10 മണിക്ക് നേരെ അങ്ങോട്ടേക്ക് കാറ് വിടും. നേരെ കാറ് വിടും 10 മണിക്ക്. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ കുൽഫീൻ്റെ പാക്കറ്റ് ഉണ്ട് കേട്ടോ. സ്കീ കുൽഫിയാണ്. അപ്പോൾ നമ്മൾക്ക് ബസ്സിൽ കാണാം. അപ്പോൾ ബസ്സിൽ കാണാം. അതിന് മുമ്പ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫുള്ള് ഡാൻസൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്ന ബസ്സിൽ. പിന്നെ ഇവിടെ എത്തിയിട്ട് നേരെ പോവും 10 മണിക്ക്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ബസ് യാത്രയ്ക്ക് കാണാം. ബസ്സിൽ കയറി മുന്നോട്ടേനോടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബസ്സിൽ കയറി 9:55 ഉണ്ട് കേട്ടോ. 10 ആവാറായി. അപ്പോഴേക്കും തുറക്കും. പിന്നെ അടുത്താണല്ലോ, അതുകൊണ്ട് 10 മണിക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈഡൻ വാലിക്ക് നമ്മൾ പോവാണ്. നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്. അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഇത് ചെയ്യണേ. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ബൈ. സ്വിമ്മിങ് വീഡിയോസും ഇടണം. അപ്പോൾ നമ്മളുടെ നോർമൽ ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് ഈഡൻ വാലി. അപ്പോൾ കണ്ടറിയാം, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകണം. അപ്പോൾ ഇവിടെ മുന്നോട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകണട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ നമുക്ക് ഈഡൻ വാലിൻ്റെ ഉള്ളിൽ കയറാം. Come on.
റിസപ്ഷൻ, ഡൈനിങ് ഹാൾ, കോട്ടേജസ്, ഗ്ലാസ്, ഹിഡൻ വാലി. അപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. 3 സ്റ്റാർ ആണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോവാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഏരിയ, സ്വിമ്മിംഗ് പൂൾ. പിന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ ലീക്കാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമോൺ. അപ്പോൾ ഇവിടെ നമ്മളുടെ ലേക്കാണ്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ എന്തൊരു സാധനം ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തോ സാധനം ഉണ്ട് കേട്ടോ. എനിക്ക് അറിയില്ല ഇതെന്താണ്. സ്ഥലം ഇതാണ് എനിക്ക് ലേറ്റ്ലി മനസ്സിലായ സാധനമാണ് ഇത്. പ്രോഗ്രാമിംഗ് റൂമാണ് കേട്ടോ. പ്രോഗ്രാമിംഗ് സ്റ്റേജാണ് കേട്ടോ. അത് കണ്ടോ, പ്രോഗ്രാമിംഗ് സ്റ്റേജാണ്. ഞാൻ 2 ക്ലാസ്സുകളിലും കുറിച്ചുണ്ട്. അപ്പോൾ ഇത് പ്രോഗ്രാമിംഗ് സ്റ്റേജാണ്. ഗൈസ്, അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം എല്ലാം കണ്ടു. കുറേ കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അനുപല്ലവി പറയാ, പല്ലവി കണ്ടുപിടിക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പണിഷ്മെൻ്റൊക്കെ എൻ്റെ അച്ഛനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ സ്വിമ്മിംഗ് പൂളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ. അവിടേക്ക് എനിക്ക് പോകണം. അടുത്ത ഡെസ്റ്റിനേഷൻ സ്വിമ്മിംഗ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഉണ്ണി ഇവനും ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും സ്വിമ്മിങ്ങിന് പോവാണ്. അപ്പോൾ ഞാൻ ഉണ്ണീനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക കേട്ടോ. ഉണ്ണി, നമുക്ക് ഉണ്ണീനെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. ഉണ്ണി, 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 വാ. അപ്പോൾ നമ്മൾ ഷട്ടിൽ കളിക്കാൻ പോവാണ്. ഓൾറെഡി കുറച്ച് പേര് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷട്ടിൽ കളിക്കാൻ പോവാം അല്ലേ? അപ്പോൾ നമ്മൾ ഷട്ടിൽ കളിക്കാൻ പോവാന്ന് കേട്ടോ ഗൈസ്. പിന്നെ ഷട്ടിൽ ബാറ്റ് എവിടെയാണ് ആദ്യം കണ്ടുപിടിക്കണ്ടേ? അവിടെ ഉണ്ട്. എവിടെ? അവിടെ ഇരിക്കണ്ടായിരുന്നു. അവിടെ ഇരിക്കണ്ടായിരുന്നു. ഒന്ന് നോക്കി നോക്കാമോ? ചിലപ്പോൾ ഉണ്ടാവും. ഇതേ നിലത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നിലത്ത് കിടക്കുന്നുണ്ട്. അയ്യോ, എത്തി. അപ്പോൾ നമ്മളുടെ ഷട്ടിൽ കോക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കളിക്കാം അല്ലേ? നിങ്ങൾ നമ്മളുടെ കളി കണ്ടിരുന്നു കേട്ടോ. അല്ല, എവിടെയായി ഫോൺ വയ്ക്കുക? അപ്പോൾ നമ്മൾ ഷട്ടിൽ ബാറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അല്ല, ഷട്ടിൽ ബാറ്റൊക്കെ കണ്ടുപിടിച്ചു. അതെ, അപ്പോൾ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാണ് അല്ലേ ഗൈസ്? നിങ്ങൾ ചിലപ്പോൾ വീഴും. ഇത് ഇവിടെ വെച്ചേക്കണതാ അല്ലേ? ചിലപ്പോൾ വീഴും. ചിലപ്പോൾ വീഴും കേട്ടോ ഗൈസ്. അയ്യോ, ചിലപ്പോൾ വീഴും ഗൈസ്. ഗൈസ് സോറി, താഴത്തേക്ക് വീണതാണ്. അപ്പോൾ നീ ഇവിടെ വെച്ച് അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് കാണാൻ പറ്റില്ല. ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെർട്ടിക്കലായിട്ട് വെക്കാതാ നല്ലത്. ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് കളി കാണാൻ പറ്റും. ഹലോ, റെക്കോർഡിയാണോ? അപ്പോൾ ഗൈസ്, നമ്മളൊരു ക്യാമറമാനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാം. ഇതാ, അപ്പോൾ ദേവൻ ചേട്ടനാണ് കേട്ടോ നമ്മുടെ ക്യാമറ എടുക്കണേ.
അപ്പോൾ നമുക്ക് നമ്മൾക്ക് ടേൺ ചെയ്യണം ക്യാമറ. കുറച്ചാണ്ട് പൂളിറങ്ങും. ഗൈസ്, അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഞാനിങ്ങനെ ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഈ ഗ്ലാസ്സിൽ കണ്ടില്ലേ, അതും പിന്നെ ഈ ഫ്ലോട്ടറിൽ കിടക്കുന്നത് ഈ പാഡ്ലിങ്ങും ഒക്കെയാണ് കാണിക്കുക. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സാണ്. എന്താണെന്ന് വെച്ചാൽ ഫുൾ വീഡിയോ ഉണ്ടാക്കാൻ അമ്മയും അച്ഛനും ഞാൻ ഒരുമിച്ച് പുള്ളിറങ്ങി. ഓരോ സമയം ഓരോരുത്തരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതന്നെ അമ്മേൻ്റെയാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ മുമ്പത്തേതുപോലെ ബാഡ്മിൻ്റൺ പ്ലേ തുടങ്ങി, ഇപ്പോൾ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്, തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കൊട്ടപ്പുറത്താണ്. കൊട്ടപ്പുറം ആ കോട്ടപ്പുറത്തിലാണ് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അതിൽ നമ്മൾ അവിടെ പോയിട്ട് കുറേ ഇത്രയും കൂടി കൂടുതൽ നേരം ബാഡ്മിൻ്റൺ കളിക്കും. അപ്പോൾ ഞാനവിടെ വേർതിരിക്കുകയാണ് കേട്ടോ. അവിടെ നടന്നിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വേർതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോട്ടപ്പുറത്ത് കാണാം. ബൈ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ചെപ്പാറയിൽ. അപ്പൊ നമ്മൾ ഇവിടെ എത്തി, ചെപ്പാറയിലെത്തി. ഇവിടത്തെ വ്യൂ ഒന്ന് നോക്കിക്കേ, അടിപൊളി വ്യൂ ആണ്. പിന്നെ നല്ല രസമുണ്ട്. പിന്നെ കാണുന്ന ഇതുണ്ടല്ലോ, കാണുന്ന മല, അതാണ് ഏറ്റവും ടോപ്പസ്റ്റ് മല. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ലോലിപോപ്പുണ്ട്, നല്ല രസമാണ് ഇവിടെ. പിന്നെ വേറെ ഒന്നുമില്ല, ഞങ്ങൾ എക്കോട്ട് കളിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സി യു.